ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ കൈവശം എത്ര ആണവായുധങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? ഏറ്റവും വലിയ ന്യൂക്ലിയർ ബോംബ് ആരുടെ കൈവശമാണെന്ന് അറിയാമോ? എന്നാൽ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സ്റ്റാറ്റിസ്റ്റിയുടെ 2024 ജനുവരിയിലെ കണക്ക് പ്രകാരം ലോകത്ത് മൊത്തം ഏകദേശം 12,121 ആണവായുധങ്ങളുണ്ട്. റഷ്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യം. 5,580 ആണവ വാർഹെഡുകളാണ് റഷ്യക്കുള്ളത്. രണ്ടാം സ്ഥാനത്ത് 5,044 ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന അമേരിക്കയാണ്. ന്യൂക്ലിയർ വെപ്പണുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ USA-യും റഷ്യയുമാണ് ഇന്നും ലോകത്ത് ആധിപത്യം പുലർത്തുന്നത്. ഏകദേശം 500 ന്യൂക്ലിയർ വാർഹെഡുകളുമായി ചൈനയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. അടുത്തത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ഏകദേശം 290 വാർഹെഡുകൾ സൂക്ഷിക്കുന്നുണ്ട്. തൊട്ടുപിറകിലായി യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ ബ്രിട്ടൻ ആണ്. ഏകദേശം 225 എണ്ണമാണ് അവരുടെ കൈവശമുള്ളത്. നെക്സ്റ്റ് പാകിസ്ഥാനാണ്. ഏകദേശം 170 എണ്ണമാണ് പാകിസ്ഥാൻ്റെ കൈവശമുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ പക്കൽ 172 എണ്ണമുണ്ട്. എന്നാൽ 2023 ഇത് 164 എണ്ണമായിരുന്നു. അതായത് ഈ വർഷം നമ്മൾ നമ്മുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ തങ്ങളുടെ ആണവായുധ ശേഖരം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം 90 ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവസാനം ഉത്തര കൊറിയയാണ്. രഹസ്യമായിട്ടാണ് അവരുടെ ആയുധ നിർമ്മാണമെങ്കിലും 40 മുതൽ 50 വരെ ആണവായുധ ശേഖരം അവരുടെ കൈവശമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. എണ്ണത്തിൻ്റെ കണക്കുകൾ നമ്മൾ നോക്കിയെങ്കിലും ഇവയുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗാസാക്കിയിലും ഇട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടിയതാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ബോംബുള്ളത് റഷ്യയുടെ പക്കലാണ്. അതിൻ്റെ പേരാണ് സാർ ബോംബ. ബോംബുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഈ ന്യൂക്ലിയർ ബോംബ് പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രഹരശേഷിയിലും. സാർ ബോംബ വികസിപ്പിച്ചത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്താണ്. 1961 ഒക്ടോബർ 30 ഈ ബോംബ് പരീക്ഷിച്ചു. 50 മെഗാടൺ ശേഷിയുള്ള ഈ ബോംബാണ് ഇതുവരെ പരീക്ഷണം നടത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആണവ ബോംബ്. ഇതിൻ്റെ പരീക്ഷണ സമയത്ത് സ്ഫോടനത്തിലുണ്ടായ മഷ്റൂം മേഘം ഏകദേശം 60 കിലോമീറ്റർ വരെ ഉയരത്തിലേക്കെത്തി. അതിൻ്റെ പ്രഹരശേഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഹിരോഷിമയിലെയും നാഗാസാക്കിയിലെയും അണുബോംബുകൾ ഒരുമിച്ച് വെച്ചാലും അതിനേക്കാൾ 1500 ഇരട്ടി ഡിസ്ട്രക്ഷൻ പവർ സാർ ബോംബക്കുണ്ട്. 100 മെഗാടൺ ശേഷിയാണ് ഈ ബോംബിൻ്റെ പ്രാഥമിക രൂപകൽപ്പനയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആണവ വികിരണവും പരിസ്ഥിതിയിലെ നാശവും കുറയ്ക്കാൻ അത് കുറച്ചിട്ടാണ് ഈ ബോംബ് പരീക്ഷിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിരവധി തവണ റഷ്യ യുക്രൈനെതിരെ ന്യൂക്ലിയർ ഓപ്ഷനുകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു ദുരന്തം കാണാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ, ലോകത്ത് എന്നും സമാധാനം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. പീസ് ഔട്ട്.